കൂട്ടുകാർക്കും P2 ഫിഖിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിഖ് കിതാബിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യം നമുക്ക് താരീഫ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ താരീഫ് എന്താണ്? അസ്വലാത്ത് ലുഗത്തൻ, സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ അദ്ദുആ ബി ഖൈറിൻ, നന്മയിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. ശറഅൻ, ഇസ്ലാമിക നിയമപ്രകാരം അഖ്വാലുൻ വഅഫ്ആലുൻ മുഖ്തതിമത്തുൻ ബി തക്ബീർ, തക്ബീർ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, പ്രവർത്തികൾ. മുഖ്തതിമത്തുൻ ബി തസ്ലീം, സലാം കൊണ്ട് അവസാനിക്കുന്നതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയുന്നത് നിസ്കാരത്തിൻ്റെ സമയങ്ങളാണ്. ഔഖാത്തു സ്വലാത്താണ് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ. ളുഹറിൻ്റെ സമയം ഏതാണ്? മിൻ സവാരി ഷംസി, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ, ഇലാ യസ്യുറ ദില്ലു ഷൈഇൻ മിസ്ലഹു, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്രയാകുന്നത് വരെയാണ് ളുഹറിൻ്റെ സമയം. അപ്പോൾ അസറിൻ്റെ സമയമോ? മാലം തഗ്രിബ് വഖത്തുൽ അസർ, മാലം തഗ്രിബ് ഷംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസർ നിസ്കരിക്കുക. വഖ്തുൽ മഗ്രിബ്, മഗ്രിബിൻ്റെ സമയമോ? മിൻ ഗുറൂബി ഷംസി, സൂര്യൻ അസ്തമിച്ചത് മുതൽ മാലം യസ്ഖുദ് ഷഫഖു, അന്തിച്ചോപ്പുമായുന്നത് വരെയാണ് എന്ത് മഗ്രിബിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇശായിൻ്റെ സമയം അന്തിച്ചോപ്പ് മാഞ്ഞത് മുതൽ എന്താണ്? ഇലാ നിസ്ഫിൽ ലൈലി, അർദ്ധരാത്രി വരെയാണ്. വഖ്തു സുബി, സുബീൻ്റെ സമയമോ? മാലം തത്ലുഇ ഷംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ സുബഹി എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് നിസ്കാരം നിർബന്ധമുള്ള ഷർത്ത് എന്താണ്? മാഹിയ ശുറൂത്ത് വുജൂബി സ്വലാ, നിസ്കാരം നിർബന്ധമുള്ള ഷർത്ത് എന്താ? 1 ഇസ്ലാമാകുക, 2 ബുലൂഗ്, പ്രായപൂർത്തിയെത്തുക, 3 അൽ അഖ്ലു, ബുദ്ധി ഉണ്ടാവണം, അത്വഹാറത്ത് മിനൽ ഹൈദ് വൻ നിഫാസ്, ഹൈദ് നിഫാസ് എന്ന് ശുദ്ധിയാകണം. ഇനി പറയുന്നത് നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? മാഹിയ ശുറൂത്തു സിഹത്തി സ്വലാത്തി, നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്താണ് അത്വഹാറത്ത് മിനൽ ഹദസി, വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാവുക, അല്ലെ ചെറിയ ശുദ്ധി എന്ന് ശുദ്ധി. അത്വഹാറത്ത് മിനൽ നജസി, നജസ് ഇല്ലാതാവുക. സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കണം നിസ്കരിക്കണമെങ്കിൽ. പിന്നെ അൽ ഇൽമു ബി ദുഖൂലിൽ വക്തി, സമയമായി എന്നറിയണം. ഇസ്തിഖ്ബാൽ ഖിബില, ഖിബിലക്ക് മുന്നിടണം. ഇനി നമ്മൾ പഠിക്കുന്നത് മതാ യജൂസു തർക്കുൽ ഖിബില, ഖിബില എപ്പോഴാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? ഖിബില ഒഴിവാക്കാൻ പറ്റുന്നത് ഷിദ്ദത്തുൽ ഖൗഫി, പേടിച്ചോടുന്നവൻ്റെ നിസ്കാരം. അതുപോലെ ഫി നാഫിലത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരൻ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ട? ഖിബിലക്ക് മുന്നിടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഫർളുകളാണ്. 1 നിയ്യത്താണ്, 2 ഖിയാം അൽ ഖുദ്റ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, 3 തക്ബീർ കിട്ടുക, 4 ഖിറാത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുക, 5 റുക്കൂയ്യ, 6 റുക്കൂയിലെ തുമൈനീനത്ത്, 7 എത്തിദാല്, 8 എത്തിദാലിലെ തുമൈനീനത്ത്, 9 സുജൂദ്, 10 സുജൂദിലെ തുമൈനീനത്ത്, 11 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, പിന്നെ ജുലൂസിലുള്ള തുമൈനീനത്ത്. അപ്പോൾ തുമൈനീനത്തൊക്കെ സെപ്പറേറ്റായി കൂട്ടിക്കാണ്. അൽ ജുലൂസുൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്തെ നിർബന്ധമുള്ളൂ. അതുപോലെ അത്തഷഹുദ്, അവസാനത്തെ അത്തഹിയാത്തിലുള്ള പിന്നെ തഷഹുദും നിർബന്ധമാണ്. ഇതാണ് നിസ്കാരത്തിൻ്റെ ഫറളുകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് നിസ്കരിക്കണീൻ്റെ മുമ്പ് 2 സുന്നത്തുണ്ട്. നിസ്കരിക്കണീൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട 2 സുന്നത്ത് എന്താ? മാഹിയ സുനനു സലാത്ത് ഖബല ദുഖൂലി, നിസ്കരിക്കണീൻ്റെ മുമ്പുള്ള സുന്നത്ത് ഏതാ? അല്ലാദാനു വൽ ഇഖാമ, ബാങ്കു ഇഖാമത്തും കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ബാങ്ക് കൊടുക്കുന്ന ആളെ ക്വാളിഫിക്കേഷൻ എന്താ? മാഹിയ ഷുറൂത്തുൽ അദാൻ, അദാൻ്റെ ഷർത്ത് എന്താ? മുഅദ്ദിൻ്റെ ഷർത്ത് എന്താ? അൽ ഇസ്ലാം, മുസ്ലിം ആകുന്ന ആൾ. തമ്മീസു, തമ്മീസ് എത്തിയ കുട്ടിക്കും ബാങ്ക് കൊടുക്കുക. അൽ അഖ്ലു, ബുദ്ധി വെക്കുക. അത് ഖുർആനുകൾക്കേ ബാങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മായ സുനനു സലാത്ത് ബാദ ദുഖൂലി, നിസ്കാരം തുടങ്ങിയതിന് ശേഷമുള്ള സുന്നത്ത് എന്താണ്? നിസ്കാരത്തിൽ പ്രവേശിച്ച ആളെ സുന്നത്ത് എന്താണ്? അത്തഷഹുദുൽ അവ്വലു, ഒന്നാമത്തെ അത്തഹിയാത്ത് എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. അതുപോലെ അൽ ഖുനൂത്ത്, ഖുനൂത്ത് ഓതൽ എന്താണ്? സുന്നത്ത് മാത്രമാണ് ഉള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഹൈആത്ത് സുന്നത്തുകളാണ്. അബ്ഗാദ് സുന്നത്തും ഹൈആത്തും ഉണ്ട്. ഈ ഹൈആത്ത് സുന്നത്ത് പിന്നെ ഒഴിവാക്കിയാൽ സുജൂദ് ഇതാ പരിഹരിക്കാൻ പറ്റൂല. അതാണ് ഈ ഹൈആത്തോട് ഉദ്ദേശിക്കുന്നത്. അൽ ഹൈആത്തു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ലാ തുജ്ബറു ബി സുജൂദ്, സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാത്തതാണ്. അപ്പം അത് നഷ്ടപ്പെടുത്തിയ സുജൂദ് ഇതാ പരിഹരിക്കപ്പെടൂല എന്നുള്ളതാണ് പറയുന്നത്. 1 റഫ്ഉൽ യദൈനി ഇന്ദ തക്ബീറത്തുൽ ഇഹ്റാം, നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ കൈ ഉയർത്തുമല്ലോ, അതേമാതിരി റുക്കൂന്ന് നീച്ചുമ്പോൾ കൈ ഉയർത്തൂലേ, അതുപോലെ പിന്നെ ഒന്നാമത്തെ തയ്യാത്ത് എണീക്കുമ്പോൾ കൈ ഉയർത്തുമല്ലോ.
ഈ കൈ ഉയർത്തലൊക്കെ എന്താണ്? ഹയ്യാത്ത് സുന്നത്താണ്, നിസ്കാരത്തിൻ്റെ രൂപമാണ്. ഇത് ഒഴിവാക്കി എന്നുള്ളതുകൊണ്ട് സുജൂദിയൊന്നും വേണ്ട. അതാണ് ഈ ഹയ്യാത്ത് സുന്നത്ത് ഉദ്ദേശിക്കുന്നത്. 2 വലഉൽ യമീനി അല ഷിമാൽ, ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈയാണ് നമ്മൾ കെട്ടൽ. ഇനിയിപ്പോൾ അതൊരാൾ തെറ്റിച്ചു നോക്കുക, അത് സുന്നത്താണ്, അത് വിചാരിച്ച് സുജൂദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3 അത്തവജ്ജഹു, വജ്ജഹത്ത് ഓതാൻ മറന്നു, സുജൂദ് ചെയ്യണോ? വേണ്ട. അതുപോലെ അൽ ജഹ്റു ഫി മൗദിഇഹി വൽ ഇസ്റാറു ഫി മൗദിഇഹി എന്ന് പറഞ്ഞാൽ ഉറക്കോതേണ്ട സമയത്ത് പതുക്കോതി, അല്ലെങ്കിൽ പതുക്കോതേണ്ട സമയത്ത് ഉറക്കോതി. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഈ ഹയ്യാത്ത് സുന്നത്തായതുകൊണ്ട് നമ്മൾ സഹ്വിനെ സുജൂദ് ചെയ്യേണ്ടതില്ല. 6 അത്തമീൻ, ആമീൻ പറയാൻ മറന്നു, ഇനി സഹ്വിന് സുജൂദുണ്ടോ? ഇല്ല. ഖിറാഅത്ത് സൂറത്ത് മറന്നു, സഹ്വിന് സുജൂദുണ്ടോ? ഇല്ല. അത്തസ്ബീഹു ഫി റുക്കൂഇ വസുജൂദി, റുക്കൂയിലും സുജൂദിലൊക്കെ സുബ്ഹാന റബ്ബിൽ അളീം വബിഹംദി, സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദി ഒക്കെ ഉണ്ടല്ലോ. ഇത് മറന്നു എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, സുജൂദ് ചെയ്യേണ്ട. വദഉൽ യദൈൻ അൽ ഫഖദൈൻ, നമ്മളെ തൊടൻ്റെ മുകളിൽ കൈ വെക്കണം പിന്നെ ഇതിലൊക്കെ സുജൂദിലൊക്കെ, അത് ഒഴിവാക്കുന്നുണ്ട് സഹ്വിന് സുജൂദ് ചെയ്യണ്ട. അതുപോലെ 10ാമത്താണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തം. 1ാമത്തെ അത്തഹിയ്യാത്തിൽ 2ാമത്തെ അത്തഹിയ്യാത്തിലൊക്കെ നമ്മൾ ഇഫ്തിറാഷിൻ്റെ തവറുക്കിൻ്റെ ഇരുത്തിരിക്കും. ഇത് ഇരിക്കാൻ മറന്നു അല്ലെങ്കിൽ തെറ്റിച്ചു എന്നുള്ളതുകൊണ്ട് സഹ്വിന് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ അദ്ദുആഉ ബൈന സജദതൈനി, 2 സുജൂദിൻ്റെ ഇടയിൽ നമ്മൾ റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് ഓതൂലേ, അത് ഓതാതിരുന്നു എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണ്ട, സഹ്വിന് സുജൂദ് ചെയ്യണ്ട. ജൽസത്തുൽ ഇസ്തിറാഹ, 2 സുജൂദും കഴിഞ്ഞിട്ട് നീച്ചോലോ, അപ്പോൾ ഒന്ന് ഇരിക്കുക, അതിനാണ് ഇസ്തിറാത്തിൻ്റെ ഇരുത്തം എന്ന് പറയുക. ആ ഇരുത്തം ഒഴിവാക്കിയാലും എന്ത് വേണ്ട, സഹ്വിന് സുജൂദ് വേണ്ട. അതുപോലെ ഹയ്യാത്ത് സുന്നത്ത് പെട്ടാണ് അദ്ദുആ ബഅദ തശഹ്ഹുദിൽ അഖീരി, 1ാമത്തെ അത്തഹിയ്യാത്തിൻ്റെ ശേഷം ഒരു ദുആ ഉണ്ടല്ലോ, അത് സുന്നത്താണ്, അത് ഒഴിവാക്കിച്ചിട്ട് സഹ്വിന് സുജൂദ് ചെയ്യണോ? വേണ്ട. അതുപോലെ 1ാം സലാം വീട്ടിൽ നിർബന്ധം, പക്ഷേ 2ാമത്തെ സലാം വീട്ടിൽ നിർബന്ധമുണ്ടോ? ഇല്ലാതെ ഹയ്യാത്ത് സുന്നത്താണ്, അത് ഒഴിവാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. അത്തസ്ലീമത്തു സാനിയ, 2ാം സലാം വീട്ടിൽ. ഇനി നമ്മൾ പറയുന്നത് ഓരോ ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ. മാഹിയ സുനനു താബിയത്തുൽ ഫറായിലി, ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എത്ര ഉണ്ട്? 19 ഉണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, അർബഉൻ ഖബല ളുഹ്രി, ളുഹറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം, വറക്കാത്താനി ബഅദഹ, ളുഹറിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം, അർബഉൻ ഖബല അസ്രി, അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം, റക്അത്താനി ഖബല മഗ്രിബ്, മഗ്രിബിന് മുന്നുള്ള 2 റക്അത്ത് നിസ്കാരം, വറക്കാത്താനി ബഅദഹ, 2 മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം, സലാസും ബഅദൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം 3 റക്അത്ത് നിസ്കരിക്കുക. 1 ഇശായിൻ്റെ 2 റക്അത്ത് സുന്നത്തും പിന്നെ 1 വിത്റും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റവാത്തിബ് സുന്നത്ത്, മൊത്തം 19 ഉണ്ട് കേട്ടോ. ഇനി സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. മാഹിയൽ മുഅക്കദു മിനൻ നവാഫിൽ, ഒരുപാട് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനം സ്വലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമാണ്. പിന്നെ സ്വലാത്തുൽ ദുഹാ നിസ്കാരം. എന്താണ് തെളിവ്? വമിനൽ ലൈലി ഫതജഹദ് ബിഹി നാഫിലതൻ ലക്, അതാണ്. ഈ സ്വലാത്തുൽ ദുഹാ നിസ്കാരം അഖല്ലു റക്അത്താൻ, 2 റക്അത്താണ് മിനിമം. അക്സറുഹു മാക്സിമം 12 റക്അത്തൻ, 12 റക്അത്താണ്, 12 മാക്സിമം. പിന്നെ തറാവീഹ് നിസ്കാരം 8 വേണമെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ 20 നിസ്കരിക്കുക. 20 നിസ്കരിക്കണം എന്നാണ് 4 മദ്ഹബിലുള്ളത്. ഇനി 8 നിസ്കരിച്ച ഹദീസുകളുണ്ട്, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 8 റക്അത്ത് നിസ്കരിക്കുക. ഇനി തറാവീഹിൽ നിജപ്പെടുത്ത റക്അത്തില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ പിന്നെ തറാവീൻ്റെ കാര്യത്തിൽ നമ്മൾ ശാഠ്യം പിടിക്കേണ്ടതില്ല. 20 നിസ്കരിക്കണമെങ്കിൽ 20 നിസ്കരിക്കുക, 8 നിസ്കരിക്കുന്ന ആളുകൾക്ക് 8 നിസ്കരിക്കാൻ പറ്റും.